തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വളരെ വ്യക്തിപരമായ ഒരു ചോദ്യം ഈശോ എന്നോടും നിന്നോടും ചോദിക്കുകയാണ്. എന്താണ് ചോദ്യമെന്നറിയോ? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ചോദ്യം എന്താണ്? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള ജീവിതത്തിൻ്റെ ഭാരത്തിൽ കഴിയുന്നവരാണ് നമ്മളെല്ലാവരും. ശാരീരിക രോഗം മാത്രമല്ല, മാനസികവും ആത്മീകവുമായ പലതരത്തിലുള്ള രോഗപീഠകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്രകാരം കടന്നു പോകുന്ന നമ്മളോടാണ് ഈശോ ചോദിക്കുന്ന ചോദ്യം എന്താണ്? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വചനം. നമ്മൾ പലതവണ വായിച്ചിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണ്. പക്ഷേ ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പുതിയ ബോധ്യങ്ങളും പുതിയ അഭിഷേകവും നമുക്ക് നൽകും. ആയതിനാൽ സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ഗ്രന്ഥം തുറക്കെ. ബൈബിളില് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം നമുക്ക് ഒരുമിച്ച് വായിച്ച് പ്രാർത്ഥിക്കാം. വചനം ഇങ്ങനെയാണ്: ഇതിനു ശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്കിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്തു നടന്നു. അന്ന് സാബത്തായിരുന്നു. ആയതിനാൽ സുഖം പ്രാപിച്ച മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സാബത്ത് ദിവസം യേശു നൽകിയ അത്ഭുത രോഗശാന്തിയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഒരു വ്യക്തി തളർന്നു കിടക്കുകയാണ്. എത്ര വർഷം? 38 വർഷം. 38 വർഷമായി ബത്സദ എന്ന് പറയുന്ന കുളത്തിനടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ വലിയ ഒരു സൗഖ്യത്തിൻ്റെ കുളത്തിനടുത്ത് കിടക്കുകയാണ്. ഇവനിങ്ങനെ കിടക്കുന്നത് എന്താഗ്രഹിച്ചുകൊണ്ടാണ്? സൗഖ്യം ആഗ്രഹിച്ചുകൊണ്ട് കിടക്കുകയാണ്. എത്ര വർഷം? 38 വർഷം. പ്രിയപ്പെട്ടവരെ, ഇവൻ്റെ ഈ കിടപ്പ് യേശു കണ്ടു. നമ്മൾ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു വചനഭാഗമാണ് 6-ാം തിരുവചനം. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു. 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. രണ്ടാമത്തെ കാര്യം, അവൻ്റെ ജീവിത അവസ്ഥ അറിഞ്ഞ് യേശു അവൻ്റെ അടുത്തെത്തി. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുക: നിന്റെ ജീവിത അവസ്ഥ യേശു കാണുന്നു. കാണുക മാത്രമല്ല, മറിച്ച് നിന്റെ ജീവിത അവസ്ഥ അറിഞ്ഞ് യേശു നിന്റെ പക്കലേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ജീവിതത്തിൽ
എത്രമാത്രം തകർന്ന അവസ്ഥയിലാണെങ്കിലും ഈ വചനം വളരെ വലിയ ആശ്വാസത്തിൻ്റെ വചനമാണ്. നിന്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുന്നു. നിന്നെ യേശുവിന് അറിയാം. യേശുവിന് ദാ എന്നെയും നിന്നെയും അറിയാം. ഈ വചനം കേൾക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്നിട്ടുണ്ടാവാം. ഒരുപക്ഷെ അനേകരുടെ വലിയ സങ്കടമാണ്, എൻ്റെ കഷ്ടപ്പാട് ആരും അറിയുന്നില്ല, എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്നത് ആരും തിരിച്ചറിയുന്നില്ല. ഇപ്രകാരം സങ്കടപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരോടും ദാ ഈശോ അടുത്തു വന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഒരുപക്ഷെ കുടുംബങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ടല്ലേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. പറ്റുമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരടുത്തുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ചുറ്റുവട്ടത്തുള്ളവരോട് ചോദിച്ചേ, സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? ആ മാതാപിതാക്കള് മക്കളോട് ചോദിച്ചേ, സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഭാര്യ ഭർത്താവിനോട് ചോദിച്ചേ, ഭർത്താവ് ഭാര്യയോട് ചോദിച്ചേ, സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഈശോ 38 വർഷമായി തളർന്നു കിടന്നിരുന്ന ഈ വ്യക്തിയോട് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞ ഒരു മറുപടിയുണ്ട്. നമ്മളത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ദാ ഒന്ന് ശ്രദ്ധിച്ചത് കേൾക്കണം. അവൻ്റെ മറുപടി ഇങ്ങനെയാണ്. അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്കിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അതായത് എന്നെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും വേറെ ആരെങ്കിലും വന്ന് ഇറങ്ങിയിട്ടുണ്ടാവും, അവർ സൗഖ്യം പ്രാപിച്ചു പോവും. ഇങ്ങനെ എത്ര വർഷമായി? 38 വർഷം. 38 വർഷം, ഒരായുസ് അല്ലേ? അത് മുഴുവൻ അവൻ ആ സൗഖ്യത്തിൻ്റെ കൊളപ്പടവിൽ ഇങ്ങനെ കിടക്കുവാണ്. ഇന്നല്ലെങ്കിൽ നാളെ സൗഖ്യം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ഈശോ ചോദിച്ച ചോദ്യം എന്താ? നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഉത്തരം എന്താണ്? ശ്രദ്ധിച്ചായിരുന്നോ? അതായത് എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ അവസ്ഥ കണ്ട് എന്നെ കൈപിടിച്ച് ഈ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ചോദ്യം, സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? മറുപടി, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, അവൻ സത്യത്തിൽ പറഞ്ഞത് എന്താണ്? ഞാനിവിടെ കിടക്കുന്നതിനുള്ള കാരണം മറ്റുള്ളവർ എന്നെ സഹായിക്കാത്തത് കൊണ്ടാണ്. ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ കഠിനമായ ഏകാന്തതയിൽ കഴിയുന്നു. കഠിനമായ ഏകാന്തതയിൽ കഴിയുന്നു. എന്നെ ഒന്ന് ആരെങ്കിലും സഹായിക്കണ്ടേ? എൻ്റെ അവസ്ഥ ആർക്കെങ്കിലും ഒന്ന് മനസ്സിലാവണ്ടേ? എത്ര വർഷമായി ഞാനിങ്ങനെ കിടക്കുന്നു. ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ അധികം മനുഷ്യരുടെ മനസ്സിൽ സങ്കടം ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നുണ്ടല്ലേ? അച്ഛാ, ഇതെൻ്റെ ജീവിതത്തിലെ അവസ്ഥയാണ്, എൻ്റെ കുടുംബത്തിലെ അവസ്ഥയാണ്, എൻ്റെ ജോലി സ്ഥലത്തെ അവസ്ഥയാണ്. ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു കുടുംബനാഥ ധ്യാനത്തിന് വന്നപ്പോൾ കൗൺസിലിങ്ങിന് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കരച്ചിലിനിടയിൽ ഈ സഹോദരി പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അച്ഛാ, എൻ്റെ വീട്ടിൽ ഞങ്ങൾ വലിയൊരു കുടുംബമാണ്, പക്ഷേ എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല. ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ബാക്കിയുള്ളവരൊക്കെ പല വഴിക്ക് പോകും. എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നോടൊരു അഭിപ്രായം പോലും ചോദിക്കില്ല. ഞാൻ എന്നൊരു വ്യക്തി ആ വീട്ടിലുണ്ടെന്ന് തന്നെ ആർക്കും ഒരു പരിഗണനയില്ല. വല്ലാത്ത ദുഃഖം തോന്നുന്നു. ഒത്തിരി അംഗങ്ങളുണ്ട് കുടുംബത്തിൽ, പക്ഷേ എന്നെ ആർക്കും വേണ്ട. ഞാൻ വെറും ഒരു പണിക്കാരിയായി ആ വീട്ടിൽ ഇങ്ങനെ കഴിയുകയാണ്. ഒരു കുടുംബനാഥ, ഒരമ്മയുടെ സങ്കടമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അനേകരുടെ ജീവിതത്തിൽ ഇത് വലിയൊരു സങ്കടമാണ്. എന്നെ ആരും തിരിച്ചറിയുന്നില്ല, എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്ക് സ്നേഹമില്ല, എന്നെ പരിഗണിക്കുന്നില്ല. കടുത്ത ഏകാന്തത.
പ്രിയപ്പെട്ടവരെ, ഏകാന്തത നമ്മളെ നശിപ്പിക്കും. നമ്മളിപ്പോൾ ചിന്തിച്ചു നോക്കിക്കേ, ഈ 38 വർഷമായി തളർവാദം പിടിപെട്ട് കിടന്നവൻ സത്യത്തിൽ ആ വ്യക്തിയുടെ ശരീരത്തിനാണോ തളർവാദം? അല്ല, അവൻ്റെ മനസ്സിലാണ് തളർവാദം. അവൻ്റെ മനസ്സിൽ പണ്ടേ തളർന്നു കിടക്കുകയാണ്. ആരും എന്നെ സഹായിക്കാനില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ഇവിടെ നരകതുല്യമായി ജീവിക്കുന്നു. മനസ്സിലാണ് ദുഃഖം വന്ന് കിടക്കുന്നത്. ശാരീരിക രോഗത്തെക്കാൾ വലുതാണ് ഏത്? മാനസികമായ രോഗം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ശരീരത്തിൻ്റെ വേദനയാണോ മനസ്സിൻ്റെ വേദനയാണോ കൂടുതൽ ആഴമുള്ളത്? ചിന്തിച്ചാൽ അറിയാം, അകത്ത വേദനയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അത് വലിയ വേദനയാണ്, സങ്കടമാണ്. പ്രിയപ്പെട്ടവരെ, ശാരീരിക രോഗം വന്നാൽ നമുക്ക് മറ്റുള്ളവരുടെ പരിഗണനയെങ്കിലും കിട്ടും, അല്ലേ? ഇപ്പം കൈ ഒടിഞ്ഞു, പനി പിടിച്ച് കിടക്കുന്നു, മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു സഹതാപമെങ്കിലും തോന്നും. ഇതിൻ്റെ കാര്യത്തിലോ ഉള്ളിൽ അനുഭവപ്പെടുന്ന വേദന അത് വളരെ സങ്കടകരമാണ്, ഒരു മനുഷ്യനും മനസ്സിലാകത്തില്ല. ഈ അവസ്ഥ നമ്മൾ ഇന്ന് തിരുസന്നിധിയിൽ വെച്ച് ധ്യാനിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്രകാരം ഉള്ളിൻ്റെ ഉള്ളിലുള്ള മുറിവുകൾ സൗഖ്യപ്പെടാൻ, കടുത്ത ഏകാന്തതയുടെ വേദനകൾ സൗഖ്യപ്പെടാൻ പ്രാർത്ഥിക്കണം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 1-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 1. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 1-ാം തിരുവചനം. നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാവുന്നത് എങ്ങനെയാണ്? യാക്കോബ് ശ്ലീഹ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം എന്താണ്? നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവ ഉണ്ടാവുന്നത്? അപ്പോൾ ഇതാ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ തർക്കങ്ങൾ, ഏറ്റുമുട്ടലുകൾ, ദുഃഖം, ഭാരം ഉണ്ടാവുന്നത് എങ്ങനെ? എന്താണ് പറയുന്നത്? നിങ്ങളുടെ ഉള്ളിലുള്ള ദുരാശകളിൽ നിന്നല്ലേ, പുറത്തല്ല, അകത്ത്. നമ്മുടെ അകത്തുള്ള ദുരാശയിൽ നിന്നല്ലേ ഇങ്ങനെ ഉണ്ടാവുന്നത്? എന്നിട്ട് യാക്കോബ് ശ്ലീഹ തുടരുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. വചനം ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഭാരമാണ്. ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മൾ അതിൻ്റെ പേരിൽ പരസ്പരം വഴക്കടിക്കുന്നു. നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഒട്ടുമുക്കാലും വഴക്കിൻ്റെ ഒരു മർമ്മം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കൂ, നിങ്ങൾ എന്നെ ഒന്ന് സ്നേഹിക്കൂ, നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കൂ, നിങ്ങൾ എന്നെ ഒന്ന് ബഹുമാനിക്കൂ, എൻ്റെ അഭിപ്രായം കേൾക്കൂ, ഞാൻ പറയുന്നതിന് കാര്യമുണ്ട്, അല്ലേ? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി, ബഹുമാനം പിടിച്ചു പറ്റാൻ വേണ്ടി, അംഗീകാരം കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഇതാ യാക്കോബ് ശ്ലീഹ പറയുന്നു, മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമുക്കത് ലഭിക്കുന്നില്ല. ഇത് സത്യമായ കാര്യമല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, പ്രതീക്ഷിക്കുന്ന പോലെ ആരെങ്കിലും പെരുമാറുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ആരെങ്കിലും പെരുമാറുന്നുണ്ടോ? ഒരു മനുഷ്യനും പെരുമാറത്തില്ല. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ഉള്ളിൽ ഈ സ്നേഹം കിട്ടാൻ, അംഗീകാരം കിട്ടാനുള്ള വലിയ ഒരു ദാഹമുണ്ട്. സത്യമായ കാര്യം അല്ലേ? നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും അംഗീകാരവും കിട്ടാനുള്ള വലിയ ഒരു ദാഹമുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. എല്ലാവരുടെ ശ്രദ്ധ ആരിലായിരിക്കും? ആ കുഞ്ഞിലായിരിക്കും. ആ കൊച്ചിനെ കളിപ്പിക്കുന്നതിലും ആ കൊച്ചിനെ എടുക്കുന്നതിലും ലാളിക്കുന്നതിലുമൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ കിടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലൊരു വൈകുന്നേര സമയത്ത് ഒരു അതിഥി വന്നു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ കുഞ്ഞിനെ വീട്ടിൽ സ്വസ്ഥമായിട്ട് കിടക്കുന്നതിനുള്ള സ്ഥലത്ത് വിശ്രമിപ്പിക്കുന്നു, കിടത്തുന്നു. എന്നിട്ട് നമ്മൾ ഈ അതിഥിയോട് സംസാരിക്കുന്നു. ഈ കിടക്കുന്ന കുഞ്ഞ് എന്ത് ചെയ്യും? ഈ കുഞ്ഞ്
അവിടെ കിടന്ന് സാവധാനം അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. അവിടെ കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങും, കരയാൻ തുടങ്ങും. ഈ കരച്ചിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ കുഞ്ഞിൻ്റെ അടുക്കെ ചെന്ന് കുഞ്ഞിനെ ശാസിക്കുന്നു, കുഞ്ഞിനോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. കുഞ്ഞ് മിണ്ടാണ്ടിരിക്കുമോ? അങ്ങനെ ചെയ്യില്ല. കാരണം കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹവും വാത്സല്യവും ഉണ്ട്, അവിടെ കിട്ടേണ്ട ഒരു അറ്റൻഷനുണ്ട്. അത് നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ കുഞ്ഞ് അവിടെ കിടന്ന് കരയുന്നത്. ബുദ്ധിയും ബോധമുള്ളവരെന്ത് ചെയ്യണം? ആ കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന് തോളത്ത് വെച്ച് അതിനെ സ്നേഹിച്ചാൽ ആ കുഞ്ഞിൻ്റെ പ്രശ്നം തീരും. ഇതൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിലുള്ള വലിയ ഒരു സവിശേഷതയാണ്. മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം കിട്ടാൻ, അംഗീകാരം കിട്ടാനുള്ള വലിയ ഒരു ആഗ്രഹം. ഈ ആഗ്രഹം ഇതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്ര വളർന്നാലും കൂടെയുണ്ടാകും, അല്ലേ? ഇപ്പൊ ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും അംഗീകാരവും കിട്ടാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്, അല്ലേ? നമ്മുടെയൊക്കെ ചെറുപ്പക്കാരുടെയൊക്കെ ജീവിതത്തെ ഒന്ന് ചിന്തിച്ചാൽ മതി. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു കല്യാണ പ്രായമൊക്കെ എത്തുമ്പോഴത്തേക്ക് ചിലരുടെ ഉള്ളിൽ ഒരു ചിന്ത വരും, എന്നെ മാത്രം മനസ്സിലാക്കുന്ന, എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു ജീവിത പങ്കാളി. അപ്രകാരം ഒരു ചിന്തയുടെ വെളിച്ചത്തിൽ കല്യാണം കഴിക്കുന്നു. എന്നിട്ട് എന്തായി? കല്യാണം കഴിച്ചവർ ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? പലപ്പോഴും ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം ഒരു വ്യക്തിയുടെ സ്നേഹം കൊണ്ട് അതൊരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. അധിക നാളായിട്ടില്ല, കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തി, അവന് ഭാര്യ, ഒരു കുഞ്ഞുണ്ട്. അമ്മായിയപ്പൻ ഈ മരുമകനെ കൊണ്ട് വന്നിരിക്കുകയാണ്. അമ്മായിയപ്പൻ മരുമകനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കൊണ്ടുവന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ ഇവനെ കൊണ്ട് മടുത്തച്ഛാ, അച്ഛാ എൻ്റെ മകളെ ഇവൻ പ്രണയിച്ചു, ഇപ്പൊ കല്യാണം കഴിച്ചൊരു കുട്ടിയുണ്ട്. പക്ഷെ അച്ഛാ ഇവൻ്റെ ഒരു കുഴപ്പം എന്നാണെന്നറിയോ? ഇവൻ ജോലി ചെയ്യാൻ എവിടെ പോയാലും അവിടെയെല്ലാം ആരോടെങ്കിലും ഇവൻ പ്രണയത്തിലാവും, ഒരു പ്രശ്നം ഉണ്ടാക്കും. അച്ഛാ ഒരു സ്ഥലത്ത് സ്ഥിരതയില്ല, ഇവനെ കൊണ്ട് മടുത്തച്ഛാ, ഇവനെ കൊണ്ട് മടുത്തു. കണ്ടു കഴിഞ്ഞാൽ നല്ല സിനിമാ നടനെ പോലെ ഇരിക്കുന്ന മിടുക്കൻ ചെറുക്കൻ. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, എടാ നീ എന്ത് പരിപാടി കാണിക്കുന്നത്? നിനക്ക് സ്വന്തമായി ഭാര്യ, ഒരു കുഞ്ഞുണ്ടല്ലോ, അവരെയൊക്കെ സ്നേഹിച്ച് ജീവിച്ചാൽ പോരെ? അപ്പോൾ ഇവൻ പറയാണ്, അച്ഛാ എനിക്ക് അറിഞ്ഞുകൂടച്ചാ, ഇതെൻ്റെ ഒരു കുഴപ്പമാണ്. ഞാൻ എവിടെ ചെന്നാലും, ഏത് ജോലി സ്ഥലത്ത് ചെന്നാലും ആരോടെങ്കിലും ഒക്കെ ആയിട്ടൊരു സ്നേഹത്തിലാവും. എപ്പോഴും മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാൻ എനിക്ക് ഭയങ്കര ദാഹമാണ്, ദാഹം. ഞാനിത് പറഞ്ഞത് ഒറ്റപ്പെട്ട കേസൊന്നുമല്ല, അനേകരുടെ വലിയ ഒരു ജീവിതാവസ്ഥയാണ്. ഈ സ്നേഹം കിട്ടാൻ, അംഗീകാരം കിട്ടാനുള്ള വലിയ ഒരു ഓട്ടം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിച്ചാൽ ഇതിനുള്ള ഒരു പരിഹാരം നമ്മളെ പഠിപ്പിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള വചനമാണ്. എന്താ വചനം പഠിപ്പിക്കുന്നത്? എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതന നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവ് അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം നൽകുന്ന സ്നേഹം ഈ ഭൂമിയിൽ ഒരു കടയിൽ നിന്നും വാങ്ങാൻ പറ്റുന്ന സ്നേഹമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമാക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ നൽകപ്പെടുന്ന സ്നേഹം. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്താ? പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനതയുടെ കൂടെ നടന്നിരുന്നു. പുതിയ നിയമത്തിൽ ഇതാ യേശു നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരുന്ന സ്നേഹം. ഈ സ്നേഹത്തിന് വേണ്ടിയല്ലേ നമ്മൾ ദാഹിക്കുന്നത്, മറ്റുള്ളവരുടെ പുറകെ നടക്കുന്നത്? സങ്കീർത്തകനായ ദാവീദ് 42-ാം അധ്യായം സങ്കീർത്തനം 42 വചനം 1-2, നീർച്ചാൽ തേടുന്ന മാൻപേടെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു, എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. സങ്കീർത്തനം 63 വചനം 1-2 നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്, ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു,
എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ഇതാ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, നിന്റെ ജീവിത അവസ്ഥ എന്തു തന്നെയാണെങ്കിലും വചനം നൽകുന്ന ഉത്തരം എന്താ? നിന്റെ ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ ആരും അംഗീകരിച്ചിട്ടില്ല, ബഹുമാനിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നുള്ള സങ്കടത്തിലേക്ക് യേശു കടന്നു വരുന്നു. യേശു കടന്നു വരുന്നു, നിന്നെ വിശുദ്ധീകരിക്കുന്നു. നമ്മൾ ആദ്യം കണ്ട ആ തളർവാദ രോഗി പിന്നീട് വചനത്തിൽ എന്താ പഠിപ്പിക്കുന്നത്? അവനെ ദേവാലയത്തിൽ കണ്ടു. അവനെ ദേവാലയത്തിൽ കണ്ടു. തളർന്നു കടന്നവൻ, 38 വർഷമായി തളർന്നു കടന്നവൻ പിന്നീട് ദൈവസന്നിധിയിൽ വലിയ ഒരു ശുശ്രൂഷകനായി മാറുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യേശു പഠിപ്പിക്കുന്ന കാര്യം നീ തളർന്നു കിടക്കാനല്ല, പരാതിപ്പെട്ട് ജീവിക്കാനല്ല, മറിച്ച് ഇതാ ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷിയായി ജീവിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവസ്നേഹം പകർന്നു കൊടുക്കുന്ന വ്യക്തിയായി ജീവിക്കാൻ ഇതാ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏവരെയും സർവശക്തനായ ദൈവം ക്ഷണിക്കുന്നു. ഈ കൃപ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.